ബബിതേ, ബബിതേ, ഞാനിവിടെ ഉണ്ട്. എന്നെ കാണാഞ്ഞിട്ടാണോ ഒച്ചയിടുന്നേ? ഞാൻ കണ്ടില്ല നീ ഇവിടെ ഇരിക്കുന്നേ. കൃഷ്ണമോൾ എന്തിയേ? എന്നെ വിളിച്ച പോലെ കൃഷ്ണയെ വിളിച്ചാ പോരെ? എവിടെയാണെന്നല്ലേ ചോദിച്ചത്? ഞാനിവിടെ ഉണ്ടേ. ബാലേന്ദ്രൻ എന്താ വരാത്തെ? രാത്രിയായല്ലോ. കൊളത്തുപുഴ എന്ന് പറയുന്ന സ്ഥലവേ മീനച്ചിലാറിന്റെ അക്കരയല്ലോ, കുറെ ദൂരം പോകണ്ടേ? പോയാൽ മാത്രം മതിയോ? തിരിച്ചു വരാനും കുറെ സമയം വേണ്ടേ? എന്നാലും പോയി വരാൻ എന്നാ നേരം വേണം? ഞാൻ റൂട്ട് മാപ്പ് നോക്കിയിട്ടേ 3 മണിക്കൂർ യാത്രയേ ഉള്ളൂ. 3 മണിക്കൂർ അങ്ങോട്ട്, 3 മണിക്കൂർ ഇങ്ങോട്ട്, ആകെ 6 മണിക്കൂർ. അവളെ കൊണ്ട് ചെന്ന് അവളുടെ ഗുണവധികാരം മുഴുവൻ പറഞ്ഞു കൊടുത്ത് ആ മുതലാളിക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ 1 മണിക്കൂർ എടുത്തേക്കും. ആഹാരം കഴിക്കാനെല്ലാം കൂടെ 1 മണിക്കൂർ. രാവിലെ എത്ര മണിക്ക് എവിടുന്ന് പോയത്? 9 മണിക്ക്. 9 മണിക്ക് പോയവര് 12:30 അവിടെ ചെന്ന് കാണും. 2 മണിക്ക് അവിടുന്ന് തിരിച്ചു പോരാലോ. 4 മണിക്കൂർ എടുത്താലും 6 മണിക്ക് ഇവിടെ തിരിച്ചെത്താം. ഇപ്പൊ സമയം എത്രയായി? 8:30 മണി. എവിടെ പോയി കിടക്കുക നിങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന മഹാൻ? ഇതെല്ലാം അമ്മയുടെ മനക്കണക്കല്ലേ? അമ്മ വിചാരിക്കുന്ന പോലെയാണോ കേരളത്തിലെ റോഡിലെല്ലാം വണ്ടികൾ ഓടുന്നേ? ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത റെയിൽവേ ലൈനിലൂടെ ട്രെയിൻ എത്തരണവാ 2-3 മണിക്കൂർ ലേറ്റ് ആയിട്ട് ഓടുന്നേ? നിങ്ങൾ ഫോണൊന്നും എടുത്ത് വിളിച്ച എവിടാണെന്ന് അറിയാലോ. അമ്മയ്ക്ക് വിളിക്കാൻ വയ്യേ? അമ്മയുടെ കയ്യിലുണ്ടല്ലോ ഫോൺ. ഞാൻ വിളിച്ച ശരിയാവില്ല. ശരിയാകാഞ്ഞിട്ടൊന്നല്ല, പേടിയാ വിളിക്കാൻ. നീ ആരാടിയും ചോദിച്ചാ മറുപടി ഉണ്ടോ? ഇന്നലെ വരെ എവിടെയായിരുന്നു ചോദിച്ചാ പഴം വിഴുങ്ങിയ പോലെ നിൽക്കേണ്ടി വരും. നിന്നോടല്ലേ പറഞ്ഞ വിളിക്കാൻ? എന്നോട് പറഞ്ഞോ? ഞാൻ കേട്ടില്ല. സ്പീക്കർ മോഡിലിട്. എന്നതാ പറയുന്നേ എനിക്കും കൂടെ ഒന്ന് കേൾക്കണം. വേണമെങ്കിൽ കയ്യിലോട്ട് പിടിച്ചോ, ശരിക്ക് കേക്കാലോ. ഹലോ മോളെ. ഹലോ, ഇതേത് മോള്? ബബിതേ, ഹലോ അച്ഛാ. നീയല്ലേ എന്നെ വിളിച്ചത്? അത് അമ്മയാ. അച്ഛനെവിടെയാന്ന് അറിയാൻ വേണ്ടി അമ്മ പറഞ്ഞു അച്ഛനെ വിളിക്കാൻ. എന്നിട്ട് സ്പീക്കർ മോഡിലിടാൻ പറഞ്ഞു. അച്ഛൻ ഹലോ എന്ന് വെച്ചപ്പോ അമ്മയെ അറിയാതെ ഹലോ എന്ന് വെച്ചതാ. അമ്മയുടെ കയ്യിലായിരുന്നു ഫോൺ. അച്ഛനിപ്പോ എവിടെ അച്ഛാ? ഞാനൊരു ഹോട്ടലിലാ മോളെ. ഫുഡ് കഴിക്കുവാണോ? അല്ല, ഇവിടെ റൂം എടുത്ത് സ്റ്റേ ചെയ്യാ. അയ്യോ,